വാർത്തകൾ കൃത്യസമയത്ത് വസ്തുനിഷ്ഠമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം. പക്ഷെ എല്ലാ മേഖലയിലും ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ കുത്തക മുതലാളിമാരുടെ അധീനതയിലായി എന്നതും മിക്ക മാധ്യമ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറ് പുലർത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായി വാർത്തകൾ വളച്ചൊടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാർത്തകളുടെ വാസ്തവവും ഗുണനിലവാരവും പരിശോധിക്കേണ്ടതായുമുള്ള അവസ്ഥയാണ് പ്രേക്ഷകൻ ഇപ്പോൾ ഉള്ളത്. കൃത്യമായ വാർത്തകളും ലോക അവബോധവും ഇല്ലാത്ത മനുഷ്യൻ തീർച്ചയായും അന്ധനും ബധിരനുമായ മനുഷ്യന് തുല്യനാണ് ഈ കാലഘട്ടത്തിൽ. ഇത്രയും പ്രശ്നങ്ങളും സാമൂഹിക വിപത്തുകളും നടക്കുന്ന ഒരു കാലത്തിലാണ് പല ചാനലുകളിലും തങ്ങളുടെ കർത്തവ്യം മറന്നുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ച് റീച്ച് കൂട്ടാനുള്ള മറ്റു പല കർമ്മ പദ്ധതികളും രൂപീകരിക്കുന്നത്. മലയാള വാർത്താ മാധ്യമ രംഗത്തെ അതികായനും ഏറെ ജനസമ്മതനുമായ ഒരു അവതാരകനാണ് ശ്രീകണ്ഠൻ നായർ എന്ന് പറയാം. 24 ചാനലിന്റെ അമരക്കാരനായ SK എന്ന ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ രംഗത്തെ 40 വർഷം പൂർത്തിയാക്കിയതിന്റെ ഒരു പരിപാടി ആ ചാനലിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വരുന്നുണ്ട്. ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്നത് ഉൾപ്പെടെ മാധ്യമ പ്രവർത്തന കോട്ടയിൽ ഉൾപ്പെടുത്തിയാണ് ശ്രീകണ്ഠൻ നായർ 40 വർഷത്തെ അനുഭവ സമ്പത്ത് മാർക്കറ്റ് ചെയ്യാൻ SKN@40 കേരള പര്യടനം ആരംഭിച്ചത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വരെ എത്തി നിൽക്കുന്ന പരിപാടി ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂടിയാണ്. കേരളത്തിലെ നിലവിലെ സാമൂഹ്യ അവസ്ഥയിൽ ലഹരി ഒരു വലിയ ചെകുത്താനായി നിൽക്കുന്ന സാഹചര്യത്തിൽ SKN സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. എന്നാൽ ഇതുകൊണ്ട് ഹാലിളകി മാതൃഭൂമിയും ഉടനെ ആരംഭിച്ചു മറ്റൊരു പരിപാടി. മാതൃഭൂമി ന്യൂഡൽഹി പ്രത്യേക പ്രതിനിധി അശോകന്റെ നൂറ്റാണ്ട് നീളുന്ന മാധ്യമ പ്രവർത്തന പരിചയം പ്രചരണ വിഷയമാക്കി മാതൃഭൂമി അശോകം@50 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിലുപരി റീച്ച് കൂട്ടി വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ചാനലുകളുടെ ഇത്തരം മത്സരങ്ങൾക്ക് പിന്നിലെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരാൾ ചെയ്ത അതേ കാര്യം ഒരു ഉളുപ്പുമില്ലാതെ കോപ്പി ചെയ്ത് പുറത്തേക്ക് വെക്കുന്നത് മാതൃഭൂമിയെ പോലെ കാലാകാലങ്ങളായി മാധ്യമരംഗത്തുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് പറ്റിയതാണെന്ന് തോന്നുന്നില്ല. ന്യൂഡൽഹി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും ഉൾപ്പെടെയുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചാണ് മാതൃഭൂമി മാധ്യമപ്രവർത്തകൻ അശോകനെ ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത്. അശോകന്റെ 80ാം പിറന്നാളാഘോഷം കൂടിയാണിത്. ഇന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും പ്രായമേറിയ വ്യക്തിയും അശോകനാണ്. മാതൃഭൂമിയിൽ വിരമിക്കൽ പ്രായം 60 ആണെങ്കിലും അശോകന്റെ സേവനത്വര പരിഗണിച്ച് 20 വർഷമായി സർവീസ് നീട്ടിക്കൊടുക്കുകയാണ്. ഇടയ്ക്ക് 70ാം വയസ്സിൽ അശോകൻ വിരമിച്ചെങ്കിലും ഒരു വർഷത്തിനു ശേഷം വീരേന്ദ്രകുമാർ ഇടപെട്ട് സർവീസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഡൽഹിയിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി അശോകനുള്ള ബന്ധം കണക്കിലെടുത്താണ് മാതൃഭൂമി സേവനം നീട്ടിക്കൊടുക്കുന്നത്. അശോകം@50 പരിപാടിക്ക് മാതൃഭൂമി മാത്രമല്ല കേരള പത്രപ്രവർത്തക യൂണിയനും സംഘാടകരായിട്ടുണ്ട്. ആദ്യ ചടങ്ങ് ഏപ്രിൽ 15-ന് ന്യൂഡൽഹി കേരള ഹൗസിൽ നടക്കും. തുടർന്ന് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അശോകം@50 അരങ്ങേറും. ഒരു കാലത്ത് വാർത്തകൾ കൊണ്ട് റീച്ച് ആയവരൊക്കെ ഇപ്പോൾ ചില സീരിയൽ കഥകളും കുടുംബ കഥകളും പോലെ മാധ്യമ പ്രവർത്തകരുടെ ഷഷ്ടിപൂർത്തിയും വീടിന്റെ പാലുകാച്ചലും മക്കളുടെ നൂലുകെട്ടുമൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചാനൽ പരിപാടിയാക്കി റീച്ച് കൂട്ടുകയാണ്. കലികാലം എന്നല്ലാതെ എന്തു പറയാൻ. 24 ന്യൂസിനെയും മാതൃഭൂമിയെയും അനുകരിച്ച് മറ്റു മാധ്യമങ്ങളും സീനിയർ മാധ്യമ പ്രവർത്തകരുടെ അനുഭവ സമ്പത്ത് ആഘോഷിക്കാൻ ഇറങ്ങുമോ എന്നിനി കണ്ടറിയണം.